പിന്നെ എന്റെ ചേച്ചിക്ക് ആ മണിമാല വേണ്ടേ? കൊട്ടാരത്തിലെ മണിമാല അത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പെട്ടെന്ന് തന്നെ വേണം. ഫോണിൽ എന്തോ ഡിസ്റ്റർബൻസ് പോലെ. ഞാൻ വിളിക്കാം. എന്താടി രാവിലെ എവിടെയോ കെട്ടിയൊരുങ്ങി പോകുന്ന പോലെ ഉണ്ടല്ലോ. ആരെയും അയക്കാനാടി നിന്റെ പോക്ക്? ഈ മഞ്ഞപ്പിത്തം ബാധിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നും. ഇത് അതിന്റെയാ. രാവിലെ ഭർത്താവിനെ ഉറക്കിക്കെടുത്തിയിട്ട് ഒളിഞ്ഞു മാറി നിന്ന് ഫോൺ ചെയ്യുന്നതേ കുടുംബത്തില് പിറന്ന പെണ്ണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. മറ്റൊരാള് വരുമ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന ഫോണിന് ഡിസ്റ്റർബൻസ് വരുന്നതും അത്ര നല്ല ലക്ഷണമല്ല. നീ രാവിലെ തന്നെ ഫിലോസഫി പഠിപ്പിക്കാൻ വന്നാണോ? അയ്യോ, അതിനൊന്നും ഞാനില്ലേ. എല്ലാം അറിയാന്നും എല്ലാം നേടിയെന്നും എല്ലാം തികഞ്ഞവളാണെന്ന് കരുതുന്നവരെ പഠിപ്പിക്കാനുള്ള അറിവൊന്നും ഈ പാവത്തിനില്ലേ? എടന്ന് പ്രസംഗിക്കാതെ നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. ഞാനും അമ്മയും അച്ഛനെ കാണാൻ പോവാ. അച്ഛനെ കാണാൻ എങ്ങോട്ടാ പോകുന്നേ? തറവാട് വീട്ടിലേക്കാ അതോ അച്ഛന് ഇഷ്ടമുള്ള സുഖവാസ കേന്ദ്രത്തിലോട്ടോ? നിനക്കൊന്നും ഒരു അന്തസ്സും ഇല്ലേ? അച്ഛനെ കാണാൻ പോകുന്നത്ര. അല്ല, നിനക്കൊരു ബോധമില്ലെങ്കിലും പ്രായവും പാകതയുള്ള ആ തള്ളക്കെങ്കിലും ആലോചിച്ചൂടെ? പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെയും ഒരുക്കി കെട്ടി പെണ്ണുപിടിയന്മാരുടെയും ക്രിമിനൽസിന്റെയും മുന്നില് പ്രദർശനത്തിന് കൊണ്ടു നിർത്തരുതെന്ന്. ഞാനൊന്നും പ്രദർശിപ്പിച്ച് നടക്കുന്നവളല്ല. ജയിലിൽ പോകുന്നത് സ്വന്തം അച്ഛനെ കാണാനാ. ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കുന്ന മനുഷ്യന് ആരെങ്കിലുമൊക്കെ പുറത്തുണ്ടെന്നൊരു തോന്നലെങ്കിലും കൊടുക്കണ്ടേ? ആ മനുഷ്യനുള്ളതുകൊണ്ടാ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്ന ബോധം പോലും ഇല്ലാതായ നായ്ക്കൾക്കും താഴെയായി പോവും ഈ പാട് ജന്മം. ജയിലിലേക്ക് പോവാനുള്ള വണ്ടിക്കൂലി ഇറക്കാനാണ് നീ വന്നതെങ്കിൽ 5ന്റെ പൈസ ഞാൻ തരില്ല. പിന്നെ അമ്മയും സഹോദരിയൊക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് കുറച്ച് പണം തന്ന് ഞാൻ സഹായിക്കാം. അതും വാങ്ങി രായ്ക്ക് രാമാനം ഈ വീട് വിട്ട് പോയിക്കണം. എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്. എന്താ കണ്ടീഷൻ ഓക്കെയാണോ? ഈ ചിന്നു സ്വന്തം അച്ഛനെ ജയിലിൽ പോയി കാണാൻ കൂടപ്പിറപ്പിനോട് പണം ചോദിച്ചു വന്നതല്ല. ഈ ലോകത്ത് ആരുടെ മുന്നിൽ ഇറക്കേണ്ടി വന്നാലും നിന്റെ മുന്നിലേക്ക് വരില്ല. നിന്റെ കയ്യിലിരിക്കുന്ന പണത്തിന് പാപത്തിന്റെ ഗന്ധവും ചോരയുടെ കറയുണ്ട്. പിന്നെ എന്റെ ചേച്ചിക്ക് ആ മണിമാല വേണ്ടേ? കൊട്ടാരത്തിലെ മണിമാല അത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ എവിടെ പോയെന്നോ? അമ്മ ഈ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റിനടുത്തേക്ക്. എനിക്ക് എന്റെ അമ്മയോട് എപ്പോഴെങ്കിലും ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ചേച്ചി പ്രസവിച്ചതിനാ. അച്ഛൻ എപ്പോഴും പറയും ചേച്ചിയെ വയറ്റിലായിരുന്നപ്പോ അമ്മ അനുഭവിച്ച വേദനയെ പറ്റി. അന്ന് ഗർഭം അലസി പോവാതിരിക്കാൻ അമ്മ ചെയ്ത കെയറിനെ പറ്റി. അത് ഇങ്ങനൊരു ജന്മമായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ നശിപ്പിക്കായിരുന്നില്ലേ? അമ്മ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മ വെറുതെ വെപ്രാളം കാണിക്കണ്ട. നമ്മൾ പോവാൻ പോകുന്നത് ജയിലിലേക്കാ. അവിടെ സന്ദർശന സമയത്തെ ആളിനെ കയറ്റി വിടൂ.
അമ്മേ, അമ്മ അച്ഛന് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ പൊതിച്ചോറ് എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് കഴിപ്പിക്കാതെ വന്നാ എന്റെ അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ഉറക്കം വരില്ല. അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എടോ, ഞാനും വരാം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പോൾ ശരിയാവില്ല. വേണ്ട, ഞാനും അമ്മയും കൂടെ പോയിട്ട് വരാം. എനിക്ക് ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം. അച്ഛനെ കാണാൻ പോകുന്നു അറിഞ്ഞ സമയം മുതൽ ഒരാൾ അച്ഛന് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുവോ. ഇതെല്ലാം കൂടി ജയിലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവരിതൊന്നും അകത്തേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞപ്പോ ആകെ സങ്കടപ്പെട്ടിരുന്ന് വിതുമ്പുവോ. അച്ഛന് ഇഷ്ടപ്പെട്ട കടുമാങ്ങയും തേങ്ങ ചമ്മന്തിയും ചോറും ഒക്കെ വെച്ച് ഒരു പൊതിച്ചോറ് കെട്ടി വെച്ചിട്ടുണ്ട്. അതെങ്കിലും അച്ഛന് കൊടുക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്തു തന്നാ മതി. ചിന്നു, ഇതാ ഞാൻ പറഞ്ഞത്, ഞാനും കൂടി വരാന്ന്. എടോ, ഇയാള് വരണ്ട. ഇയാളും കൂടി ജയിലിൽ വന്നാ അത് ആ നിമിഷം തന്നെ രമ മേഡം അറിയും. ഇനി അതിനെ ചൊല്ലി ഒരു കോലാഹലം കൂടി ഉണ്ടാക്കണ്ട. അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ, ഞാനും കൂടി വരാന്നേ. വേണ്ട, ഇനി ഇയാള് വന്നതിന്റെ പേരില് അടുത്തൊരു പ്രശ്നത്തിന് ഞാനില്ല. അവസാനം എല്ലാം കൂടി അനുഭവിക്കേണ്ടി വരുന്നത് ചന്ദ്രാമ്മയായിരിക്കും. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ താൻ വരണ്ട. കുഞ്ഞുമോൾക്ക് അടുത്ത മരുമോടും ധാരണയായി. ഇവളീ കുടുംബത്തിന്റെ ആണിക്കല്ലിളക്കിയിട്ടേ പോകൂ. കുഞ്ഞോളെ, നിന്നെ കാത്തിരിക്കുന്നതല്ല നല്ല ഒന്നാന്തരം ട്രോഫികളാണല്ലോ കുഞ്ഞോളെ. ശരി, ഞാൻ വരുന്നില്ല. ഏതായാലും തൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ദാസേറിന് കൊടുക്കാനുണ്ടാക്കിയ പൊതിച്ചോറ് ദാസേറിന് തന്നെ കൊടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. മതി, അത് മതി. എന്നാ താൻ ചെല്ല്. ഇത് ഞാൻ മിന്നിക്കും.